ഏതാനും ആഴ്ചകൾക്കകം ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം നൽകാൻ ചൈന ഒരുങ്ങുന്നുവെന്നായിരുന്നു റിപ്പോർട്ട്. മൂന്നാമതൊരു രാജ്യം വഴിയാണ് പ്രതിരോധ സാമഗ്രികൾ അയക്കുക. തോളിൽ വെച്ച് വെടിയുതിർക്കാവുന്ന മാൻപാഡ്സ് എന്നറിയപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് കൈമാറുന്നതെന്നാണ് US ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ വൈറ്റ് ഹൌസോ ചൈനയോ ഈ ഒരു മിഡ്പാഡ്സിന്റെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ ഇറാനിലേക്ക് ചൈന ആയുധങ്ങൾ അയക്കുന്നുവെന്ന റിപ്പോർട്ടുകളിൽ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. മിഡ്പാഡ്സിന്റെ കാര്യം ട്രംപ് അറിഞ്ഞിട്ടില്ല, പക്ഷേ ചില ആയുധങ്ങൾ ചൈന കൈമാറുന്നുവെന്ന് ട്രംപ് അറിഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ചൈന അത്തരമൊരു നീക്കം നടത്തിയാൽ അവർ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇന്നലെ വൈറ്റ് ഹൌസിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയതിനൊപ്പം തന്നെ നാറ്റോ സഖ്യത്തെ പരിഹസിക്കാനും ട്രംപ് മറന്നില്ല. ഞങ്ങൾ അവരുടെ നേതാക്കളെ പരാജയപ്പെടുത്തി. ആ നേതാക്കളെല്ലാം ഇപ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. പക്ഷേ ലോകത്തെ മറ്റു പല രാജ്യങ്ങളും അത് ഉപയോഗിക്കുന്നുണ്ട്. അവരാകട്ടെ ഒന്നുകിൽ ഭീരുക്കളോ അല്ലെങ്കിൽ ദുർബലരോ അതുമല്ലെങ്കിൽ പിശുക്കന്മാരോ ആണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നു മാത്രം എനിക്ക് പറയാൻ കഴിയും: നാറ്റോയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല, ട്രംപ് പറഞ്ഞു. അടുത്ത ആഴ്ചകളിൽ ഇറാനിലേക്ക് ചൈന വിമാനവിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ഒരുങ്ങുന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന വിമാനവിരുദ്ധ മിസൈലുകൾ ചൈന മൂന്നാം രാജ്യങ്ങൾ വഴി ഇറാനിലേക്ക് എത്തിക്കുന്നുവെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസും CNN റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ആരോപണങ്ങൾ വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി നിഷേധിച്ചു. തങ്ങൾ ഒരു പക്ഷത്തേക്കും ആയുധങ്ങൾ നൽകുന്നില്ലെന്നും സമാധാനത്തിനാണ് മുൻഗണന നൽകുന്നതെന്നാണ് ചൈനയുടെ വിശദീകരണം. 6 ആഴ്ചത്തെ പോരാട്ടത്തിന് ശേഷം ബുധനാഴ്ച പ്രഖ്യാപിച്ച വെടിനിർത്തലിന്റെ തുടർച്ചയായി ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടന്നു. എന്നാൽ ഈ ചർച്ച ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ജാരേദ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. ചർച്ചയുടെ ഫലം എന്തു തന്നെയായാലും അമേരിക്ക വിജയിച്ചു കഴിഞ്ഞുവെന്നും ഇറാനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടന്നുപോയത് ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കപ്പലുകൾ ഇനിയും മുന്നോട്ട് നീങ്ങിയാൽ 30 മിനിറ്റിനുള്ളിൽ തകർക്കുമെന്നും ചർച്ചകൾ തടസ്സപ്പെടുത്തുമെന്നും ഇറാൻ വക്താക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ തങ്ങൾ കടലിടുക്ക് തുറക്കുകയാണെന്നും അവിടെ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടങ്ങിയെന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തു. പുതിയൊരു കപ്പൽ പാതയൊരുക്കുന്നതിനുള്ള നടപടികൾ ഇന്ന് ഞങ്ങൾ ആരംഭിച്ചു. വാണിജ്യ വ്യാപാരം തടസ്സമില്ലാതെ നടക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ സുരക്ഷിത പാതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ തന്നെ സമുദ്ര വ്യാപാര മേഖലയുമായി പങ്കുവയ്ക്കും, US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ Xൽ കുറിച്ചു.